ഒരു പെണ്ണ് കേസ്, ഒരു പെണ്ണ് കേസല്ല, ഒന്നൊന്നര അപരാധം പെണ്ണ് കേസ് എന്ന് വേണം ഈ ഒരു പടത്തിനെ കുറിച്ച് പറയാൻ. എന്താണ് 2 മണിക്കൂർ നമ്മൾ ഇരുന്നങ്ങ് 2 മണിക്കൂർ ഇരുന്ന് കണ്ടിട്ട് ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് തല്ലിപ്പൊളി ക്ലൈമാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ ഇത് ഈ 2 മണിക്കൂർ ഇരുന്ന് കണ്ടേന്ന് തോന്നിപ്പോവും. അങ്ങനത്തെ ഒരു സിനിമ. അതായത് എന്താ പറയാ, ഒരു പെണ്ണ് വിവാഹ തട്ടിപ്പ് നടത്തുന്നതാണ്. പല സ്ഥലത്ത് പോയി കല്യാണം കഴിക്കാൻ പാടുന്ന സ്വർണം കൊണ്ടൊക്കെ മുങ്ങുന്ന ഒരു പരിപാടിയാണ് ഇതിനകത്ത്. ട്രെയിലർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. എന്നാൽ ഇത് സീരിയസ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, എന്നാൽ സ്പൂഫായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരുന്ന് കാണാം. ഇതൊന്നും അല്ലാത്ത രീതിയിലൊരു സിനിമ, ലൈറ്റ് ഹാർട്ടഡ് സിനിമ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ പടം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ക്യാരക്ടേഴ്സിന്റെ ക്യാരക്ടർ ഡെവലപ്മെന്റും ഡയലോഗും എല്ലാം കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കിട്ടും ഇതൊരു ലൈറ്റ് ഹാർട്ടഡ് സിനിമയായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ്. പക്ഷെ ലൈറ്റ് ഹാർട്ടഡ് പോയിട്ട് ഇത് വല്ലാത്തൊരു ഹാർട്ടഡ് സിനിമയായി പോയി എന്നുള്ളതാണ്. തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് എന്തിനാ ഈ 2 മണിക്കൂർ ഈ സാധനം ഇത് കണ്ടേന്നുള്ളൊരു ഫീലിംഗ് ആണ് സത്യത്തിൽ വരുന്നത്. ഇതിനകത്ത് ഹക്കീം ഷാ ആണ് ഇതിനകത്ത് പോലീസുകാരനായിട്ട് അഭിനയിച്ചത്. നമുക്കറിയാലോ, ഇതിനകത്ത് മറ്റേ നമ്മുടെ നിഖില വിമലാണ് ഇതിനകത്തുള്ള ആക്ട്രസ് ആയിട്ട് വരുന്നത്. ഹക്കീം ഷാ ആണ് ഇതിനകത്ത് പോലീസുകാരനായിട്ട് വരുന്നത്. ഹക്കീം ഷാ ആണ് നായകൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ അജു വർഗീസ് ഉണ്ട്, അങ്ങനെ കുറെ ആൾക്കാർ ഇതിനകത്തുണ്ട്. അപ്പൊ എന്താ ഉണ്ണാക്കൻ പോലീസ്, എന്താ പറയാ, ഇത് നമ്മൾ ഈ പറക്കുംതളികയിലൊക്കെ ഉള്ള പോലീസ് ഉണ്ടല്ലോ, നമ്മുടെ വീരപ്പൻ കുറുപ്പായിട്ട് നമ്മുടെ എന്താ പറയാ കൊച്ചിൻ അനീഫൊക്കെ ചെയ്തിട്ടുള്ള പോലീസ്, അത് മണ്ടൻ പോലീസാണ്. അത് നമുക്ക് മനസ്സിലാവും എന്താണ് ആ മണ്ടത്തരം, അത് അങ്ങനെ ഒരു സിനിമയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ വേറൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൈനുദ്ദീനൊക്കെ പല സിനിമയിലും മണ്ടൻ പോലീസായിട്ട് ചെയ്തിട്ടുണ്ട്. പുതുക്കോട്ടയിലെ പുതുമണവാൾ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ. ഇത് അങ്ങനെയൊന്നുമല്ല, സീരിയസ് ആയിട്ടുള്ള കേസാണ്, കേസ് അന്വേഷണമാണ്. ആ കേസ് അന്വേഷണത്തിലൂടെ കുറെ കാര്യങ്ങൾ അൺറാപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ ഉണ്ണാക്കൻ പോലീസ് എന്ന പോലീസിന്റെ ഒരു ബേസിക് സാധനം ഉണ്ടാവുമല്ലോ. ഒരു മൊഴി കൊടുത്തു കഴിഞ്ഞാൽ ആ മൊഴി അന്വേഷിക്കുകയും ആ മൊഴി പറഞ്ഞ സാധനങ്ങളൊക്കെ കറക്റ്റ് ആണോ നോക്കുകയും ഇതെല്ലാം ചെയ്യുമല്ലോ. അതൊന്നുമില്ല. ഇത് വെറുതെ ഇവള് പറയുന്നത് കേട്ട് ഇങ്ങനെ ഇരിക്കുന്ന കുറെ ഉണ്ണാക്കൻ പോലീസുകാര്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും തേക്കാത്ത കുറെ സാധനങ്ങള് പോലീസ് സ്റ്റേഷനിൽ, പച്ചക്കറി വിൽപ്പന, പച്ചക്കറി തോട്ടം, ഫുൾ മണ്ടന്മാര് ആ സ്റ്റേഷനിലുള്ള. എന്താണ് ഇത് ചെയ്തു വെച്ചേക്കുന്നത്? അങ്ങനെ ഒരു സിനിമയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, എന്നാൽ ഇത് അങ്ങനെയുള്ള ഒരു സിനിമ അല്ല താനും. അപ്പൊ ഇങ്ങനെ 2 മണിക്കൂർ ഇങ്ങനെ അങ്ങ് പോവാ ഒരു സിനിമ. എന്നാ ഓക്കെ, എന്നാ ഇതൊക്കെ അന്വേഷിച്ച് അവസാനം എന്തെങ്കിലും സാധനം കണ്ടെത്തുവോ? ഇല്ല, അതൊട്ടില്ലേണം. നമ്മൾ ബേസിക്കലി ഒരു സിനിമ കാണുന്ന സമയത്ത് നമുക്ക് തിയേറ്ററിൽ നിന്ന് പടം കണ്ട് നമ്മൾ സാറ്റിസ്ഫൈ ആയിട്ട് നമ്മൾ ഇറങ്ങി വരണ്ടേ? ഇതങ്ങനെയല്ല. ഇതെന്താണ് ഇത് എന്നുള്ളൊരു ഫീലിലാണ് ആൾക്കാർ ഇറങ്ങുന്നേ. അങ്ങനെ ഒരു പടം പെണ്ണ് കേസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനത്തെ ക്ലൈമാക്സുകൾ വരുന്ന വേറെയും സിനിമകളുണ്ട്. പക്ഷെ നമുക്ക് ഇത്ര അധികം നമ്മൾ ഫ്രസ്ട്രേഷൻ നമുക്ക് തോന്നത്തില്ല. ഇത് എന്തിനാ ഇത് കണ്ടേന്നുള്ളത്. ഇതങ്ങനെയൊന്നുമല്ല. ഇതെന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് ഓപ്പൺ ആയിട്ട് പറയാൻ വയ്യ. കാരണം നിങ്ങൾ ആരെങ്കിലും പടം കാണാൻ പോകുന്നുണ്ടെങ്കിൽ ഇതൊരു സ്പോയിലർ ആയിട്ട് മാറും. അപ്പൊ അങ്ങനെ പോകുന്ന ഒരു സിനിമ ഹക്കീം ഷാക്കാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. എന്താണ് പറയാ. പിന്നെ അജു വർഗീസ് പെണ്ണ് കെട്ടാനായിട്ട് നടക്കുന്ന എന്താ പറയാ പിടിക്കപ്പെട്ടിരിക്കുന്നത് ഒരു പെണ്ണ് ഒരു വിവാഹ തട്ടിപ്പ് നടത്തുന്ന ഒരു പ്രതിയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരാളാണെന്ന് കണ്ടിട്ടും പോലീസ് സ്റ്റേഷനിലേക്ക് പൊതിച്ചോറായിട്ട് ചെല്ലുക. എന്തൊരു സ്നേഹം. പെണ്ണ് കിട്ടാഞ്ഞിട്ട് ഇങ്ങനെ ഒരു പെണ്ണിനെ അങ്ങ് കിട്ടിയേക്കുമല്ലേ, അപ്പൊ കൈവിടണ്ടെന്നുള്ള രീതിയിലേ. അതേപോലെ പോലീസ് സ്റ്റേഷനിലേക്ക് ചുരിദാർ കൊണ്ടേ കൊടുക്കുക. വിവാഹ തട്ടിപ്പിലെ പ്രതിയാണ്. ആ പ്രതിന്റെ അടുത്തേക്കാണ് പൊതിച്ചോറും ഇതൊക്കെ ആയിട്ട് കൊണ്ട് കൊടുക്കുന്നത്. ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാം, കോമഡിയാണ് അവിടെ. നമുക്ക് അവിടെ കോമഡി അല്ല തോന്നുന്നത്, നമുക്ക് സഹതാപമാണ് തോന്നുന്നത് അതൊക്കെ കാണുന്ന സമയത്ത്. എന്താണ് ഇത് ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുന്നത് എന്നുള്ളത്. ഇത് ഇവരൊരു പ്രാവശ്യം ഇതൊന്നും മര്യാദക്ക് സിനിമ കണ്ടിരുന്നെങ്കിൽ ഇതൊക്കെ ക്രിഞ്ച് സാധനമാണെന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലാവത്തില്ലേ? അപ്പൊ അങ്ങനെ പോകുന്ന ഒരു സാധനം പെണ്ണ് കേസ് ഒരു വല്ലാത്ത ഒന്നൊന്നര പെണ്ണ് കേസായി എന്ന് വേണം പറയാൻ.